പ്ലസ് ടു ഫിസിക്സിലെ ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാൻ പോകുന്നത്. എ സി കറണ്ട്, അൾട്ടർനേറ്റീവ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 8 മാർക്കിനോളം ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ അത്യാവശ്യം പാടായതുകൊണ്ട് മിക്ക കുട്ടികളും എന്ത് ചെയ്യൂടാ, ഈ ചാപ്റ്റർ മാറ്റി വയ്ക്കും, പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്കിതിൻ്റെ ബേസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. അപ്പോൾ ചാപ്റ്റർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കറണ്ടിനെ കുറിച്ചാണ്. എന്ത് കറണ്ടാണ്? എ സി കറണ്ട്. നമുക്ക് കറണ്ട് 2 വിധം ഉണ്ടെന്നറിയാം. ഒന്ന് എ സിയും രണ്ടാമത്തേതാണ് ഡി സിയും. എ സി കറണ്ടും അതുപോലെ തന്നെ ഡി സി കറണ്ടും നമുക്ക് ഉണ്ടെന്നറിയാം. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് കറണ്ട്, ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. അതായത് ഡയറക്ഷൻ അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എ സി കറണ്ട്. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്ത് ചെയ്യൂടെ, കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന കറണ്ട് അല്ല. അതായത് നമ്മുടെ സൈനസോയിഡ്, നമ്മുടെ സൈൻ വേവ് ഒക്കെ അറിയാലോ. സൈൻ വേവ് വരയ്ക്കും നമ്മളെങ്ങനെയാണ്, അതായത് ഇങ്ങനെ ക്രമമായ ഇടവേളകളിൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എ സി കറണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്: ദ ഇലക്ട്രിക് കറണ്ട് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് ഡയറക്ഷൻ റിവേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് എ സി കറണ്ട്. അതായത് അതായത് കറണ്ട് എന്ത് ചെയ്യുന്നു, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് കോൺസ്റ്റൻ്റ് അല്ല, വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എ സി കറണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന കറണ്ട് ഡി സി കറണ്ടാണ്. നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ വരുന്ന കറണ്ട് എന്താണ്? ഡി സി കറണ്ടാണ് കേട്ടോ. നമുക്ക് വീടുകളിലും മറ്റാവശ്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? എ സി കറണ്ടിനെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അതുപോലെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ സി കറണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു എ സി കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഒരു എ സി കറണ്ട്. ഒരു സൈനസോയിഡൽ വേവ് ആണ്. അതായത് ഇത് പോസിറ്റീവ് സൈക്കിൾ, ഇതതിൻ്റെ നെഗറ്റീവ് സൈക്കിൾ. 2 സൈക്കിളുണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഒരു എ സി വേവ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ രൂപത്തിലാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഈസ് ഈക്വൽ ടു E0 ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ ഇക്വേഷൻ പഠിച്ചു. E0 സൈൻ ഒമേഗ ടി. ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ആ ഇക്വേഷൻ നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ആ ഇ എം എഫ് തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ വി എം എന്ന് എഴുതാം, അതുപോലെ തന്നെ V0 എന്ന് എഴുതാം. ഏത് എഴുതിയാലും നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതിയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഒരു എ സി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഓർ വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്, വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഓരോ ടൈം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും വോൾട്ടേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് എ സിയുടെ വോൾട്ടേജ് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. അതുപോലെ തന്നെ കറണ്ടും എന്തല്ലടാ, കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ വി എ നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്. വോൾട്ടേജ് എന്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ വോൾട്ടേജിനെയാണ് എന്ന് വിളിക്കുന്നത് വി എന്ന് വിളിക്കുന്നത്. ഇനി V0 അഥവാ വി എം, ഈ ക്വസ്റ്റനിൽ വി എം എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ നോക്കണം, മാക്സിമം വോൾട്ടേജ്, അതായത് മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി എം അഥവാ V0. അതുകൊണ്ട് കറണ്ട് വന്നാലും I0 എന്ന് വന്നാൽ എന്തായിരിക്കും ഇവിടെ? മാക്സിമം പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കിക്കോ, ഈ ഗ്രാഫ് ഇതാ കുറഞ്ഞ് പിന്നെ എന്ത് ചെയ്തു വരും, കൂടി വരും. ശരിയല്ലേ? അപ്പോൾ ഇ എം എഫും കറണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അതുകൊണ്ട് ഇതിന് ചെറിയ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഈ പീക്ക് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന്, വി എം എന്നും. ഇനി ഇവിടെ നോക്കടാ, ആംഗുലാർ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിൽ ഒമേഗ ടി, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി. എത്ര ഫ്രീക്വൻസിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്ന? ഒമേഗയുടെ ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2π/t. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എ സി കറണ്ടിൻ്റെ ബേസ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഈ കൺസെപ്റ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഫേസ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ആ ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒമേഗ ടി. എത്ര ഫേസ് ആംഗിൾ, ഇപ്പോൾ എത്ര ഡിഗ്രിയിലാണ് നമ്മുടെ ആർമേച്ചർ കറങ്ങിയല്ലേടാ കറണ്ട് ഉണ്ടാകുന്നത്, അത് ആ ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒമേഗ ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ
ആർ എം എസ് വാല്യൂ അഥവാ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആർ എം എസ് വാല്യൂ. എന്താണ് ആർ എം എസ് വാല്യൂ അഥവാ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ? അപ്പോൾ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു എ സി കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ വാല്യൂ ആയിരിക്കില്ല. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ +5 ആംപിയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും ഒരു വോൾട്ടേജ്, ഇവിടെ എന്തായിരിക്കും +5 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും -5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എന്തായിരിക്കും 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? അതായത് ആവറേജ് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ +5ഉം -5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0 വരും. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. അതായത് 5ൻ്റെ സ്ക്വയർ 25, അതുപോലെ -5ൻ്റെ സ്ക്വയർ 25, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50. എന്നിട്ട് അതിനെ വീണ്ടും റൂട്ടാക്കും. ആ ഒരു പർപ്പസിനെയാണ് നമ്മൾ ആർ എം എസ് എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അതായത് നമ്മുടെ എ സിയുടെ കേസിൽ അതെങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിവിടെ നോക്കുക, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിലോട്ട് ഒരു എ സി സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സർക്യൂട്ട് വരച്ചു, അതിലും ഒരു റെസിസ്റ്റർ കൊടുത്തു. ആ റെസിസ്റ്ററിലോട്ട് എന്ത് കൊടുത്തു? ഒരു വോൾട്ടേജ് സോഴ്സും കൊടുത്തു. ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കണം, ഇത് ഹീറ്റ് ആവുന്നു. ഈ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, കറണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. എ സി കറണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ഇത് എന്ത് ചെയ്യുന്നു? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഹീറ്റ് ആവുന്ന സമയത്ത് ഒരു 10 ജൂൾ ഹീറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിച്ചോ. ഈ വോൾട്ടേജിൽ 10 ജൂൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് ആ ഹീറ്റ് നമ്മൾ മെഷർ ചെയ്തു. അതുപോലെ എ സി സോഴ്സ് കൊടുത്തതിൽ നമ്മൾ എത്ര ജൂൾ ഡെവലപ്പ് ചെയ്തു? ഒരു 10 ജൂൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുത്തെടുത്ത് മെഷർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പറ്റും? അവിടെ നമുക്ക് അതിൻ്റെ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആർ എം എസ് വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യൂടാ? മെഷർ ചെയ്യും. ഓക്കെ, അതായത് സംഭവം സിമ്പിളാണ്. ഒരു എ സിക്ക് ഇക്വാലൻ്റ് ആയിട്ട് എ സിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന് ഇക്വാലൻ്റ് ആയിട്ട് ഡി സിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി ആർ എം എസ് എന്നും. അതുപോലെ തന്നെ എ സിയിൽ ഉണ്ടാകുന്ന ഹീറ്റിന് ഇക്വാലൻ്റ് ആയിട്ട് ഡി സിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐ ആർ എം എസ്. ഓക്കെ ആണോ? അതായത് ഈ ഡി സി വോൾട്ടേജ് സോഴ്സിൽ ഉണ്ടായ വോൾട്ടേജും കറണ്ടും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ആ 10 ജൂൾ ഹീറ്റിൻ്റെ സമയത്ത്. ഓക്കെ, ശരിയല്ലേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ജൂൾ ഹീറ്റ് ഇവിടെ എ സിയിൽ ഉണ്ടാകുന്നു. ശരിയാണോ? അതായത് എ സിയിൽ 10 ജൂൾ ആവുന്ന വരെ സമയത്ത് ഡി സിയിൽ എത്രയാണോ വോൾട്ടേജ് കാണിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ കറണ്ട് കാണിക്കുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആർ എം എസ് വാല്യൂ. അപ്പോൾ ഐ ആർ എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ എം എസ് വാല്യൂ ഓഫ് എ സി ഈസ് ഡി സി. എ സി ഈസ് ദ ഡി സി ഇക്വലൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഇൻ ദ സെയിം ടൈം ആസ് ദാറ്റ് ഓഫ് ഇൻ എ സി. അതായത് എ സിയിൽ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡി സിയിൽ ഉണ്ടാകുന്ന, ശ്രദ്ധിക്കുക, ഡി സിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിനെ വി ആർ എം എസ് എന്നും ഡി സിയിൽ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഐ ആർ എം എസ് എന്ന് വിളിക്കുന്നു. ശരിയാണോ? ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഐ ആർ എം എസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Im/√2. ഓക്കെ, അതുപോലെ വി ആർ എം എസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vm/√2. ഇവിടെ ആർ എം എസ് വാല്യൂ ഐ ആർ എം എസ്. ഐ എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അതുപോലെ വി ആർ എം എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി എം, അതായത് പീക്ക് വാല്യൂ ഓഫ് കറണ്ടിനെ √2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ വരും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ്. അതായത് ഒരു വെക്റ്ററായിട്ട്, അതായത് റൊട്ടേറ്റിംഗ് വെക്റ്ററായിട്ട് നമ്മുടെ വോൾട്ടേജിനെ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫേസർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്കറിയാം വോൾട്ടേജും കറണ്ടും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ശരിയല്ലേ? ഈ സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് ചെയ്യുന്നു? വെക്റ്ററായിട്ട്, എങ്ങനെ വെക്റ്ററാണ്? കറങ്ങുന്ന റൊട്ടേറ്റിംഗ് വെക്റ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫേസർ ഡയഗ്രാം. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ്, അതായത് നമ്മളിനി ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഫേസർ ഡയഗ്രാം നമ്മളിവിടെ 0, 90, അതുകൊണ്ട് ഇവിടെ എത്ര വരും? 180, 270 ഇങ്ങനെ പോകും. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് ഒറിജിനായിട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് നമ്മൾക്ക് ഇനി പോകുന്ന വഴിക്ക് നമ്മൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ നമ്മൾ പഠിക്കും. ആ സമയത്ത് നമുക്ക്
നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം. അതായത് എ സി ത്രൂ എ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് ടോപ്പിക്ക്. എ സി വോൾട്ടേജ് ത്രൂ എ അപ്ലൈഡ് ത്രൂ എ റെസിസ്റ്റർ. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ പറയാം. ഒന്ന്, നമുക്ക് ഫിഗർ വരയ്ക്കുക. അതിൽ നിന്ന് ആദ്യം വോൾട്ടേജ് കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിക്കണം, അത് വെച്ച് ഗ്രാഫ് വരയ്ക്കണം, ഫേസർ ഡയഗ്രാം വരയ്ക്കണം, അതോടൊപ്പം തന്നെ അതിൻ്റെ പവറും കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയും കൺസെപ്റ്റാണ് നമുക്കിവിടെ ക്ലിയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഫിഗർ വരച്ച് നോക്കടാ. ഒരു എ സി സർക്യൂട്ട്, അത് എ സി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റെസിസ്റ്റർ ആർ എന്ന് പറയുന്ന റെസിസ്റ്ററാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വോൾട്ടേജ് എഴുതി വെക്കാം. വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, V0 സൈൻ ഒമേഗ ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആണ് വോൾട്ടേജ്. നമ്മൾ ഓം നിയമം അനുസരിച്ച് വി ഈസ് ഈക്വൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, I ഈസ് ഈക്വൽ ടു V/R ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ ഇക്വേഷനെ ഒരു റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഒരു V0 സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ R. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു എന്തോ വരുന്നു, V0/R. അതായത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നു കറണ്ട് I0 സൈൻ ഒമേഗ ടി എന്ന് നമുക്കിവിടെ ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? അപ്പോൾ കറണ്ടും കണ്ടുപിടിച്ചു, വോൾട്ടേജും കണ്ടുപിടിച്ചു. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്, ഒരു എ സി സർക്യൂട്ടിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഓക്കെ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെ ഫേസ് ആംഗിൾ സെയിം ആണ്. ഒമേഗ ടി എന്ന് പറഞ്ഞ ആംഗിളാണ്. ഇത് ഇവിടെയും സൈനാണ്, ഇവിടെ സൈൻ കമ്പോണൻ്റ് ആണ്. ഇത് രണ്ടിൻ്റെ ഫേസ് ആംഗിൾ എന്താണ്ടാ, സെയിം ആണ്. അപ്പോൾ നമുക്കിത് വെച്ച് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു ടേബിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ചെറിയൊരു ടേബിൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ടേബിളിൽ നമുക്ക് ഫസ്റ്റ് കറണ്ടിൻ്റെ EMFൻ്റെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു എന്താണ്, V0 സൈൻ ഒമേഗ ടി. രണ്ടാമത് കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഫസ്റ്റ് നമുക്കിവിടെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, 0 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് ഒമേഗ ടി 0 ആയിരിക്കുന്ന സമയത്ത് സൈൻ 0യുടെ വാല്യൂ എന്താണ്, 0. ശരിയല്ലേ? അതുപോലെ കറണ്ടിൻ്റെ വാല്യൂ I0 സൈൻ 0, അതും എന്തായിരിക്കും, 0 ആയിരിക്കും. രണ്ടാമത് 90 ഡിഗ്രി തിരിയുന്നു, നമ്മുടെ ആർമേച്ചർ 90 ഡിഗ്രി തിരിയുന്നു. അന്നേരം ഒമേഗ ടി എത്ര ആയിരിക്കും ഇവിടെ, ഒമേഗ ടിക്ക് എത്ര കൊടുക്കണം, 90 കൊടുക്കണം. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, V0 എന്ന് വരും. ശരിയല്ലേ? ഇനി കറണ്ടിൻ്റെ ഇക്വേഷൻ അതുപോലെ തന്നെ സിമിലർ ആണ്, I0 എന്ന് കിട്ടും. ഇനി 180 ആകുമ്പോൾ സിമിലർ, സൈൻ 180ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും, 0 0. ഓക്കെ, ഇനി 270 എങ്ങനെയാണ് 270 വരുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ V0ക്ക് വരും സൈൻ 270 കൊടുക്കും. ശരിയല്ലേ? അപ്പോൾ V ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു സൈൻ 270 കൊടുക്കും. സൈൻ 270യുടെ വാല്യൂ -1 ആണ്. അപ്പോഴും -1 ഈ ടേം മൊത്തം എന്തായിട്ട് പോകും, -1. ഇവിടെ ഒരു മൈനസ് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 270 ഡിഗ്രിയിലെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും, ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും, -V0യും അതുപോലെ തന്നെ കറണ്ട് എന്തായിരിക്കും, -I0. ഈ വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഗ്രാഫിൻ്റെ ആക്സിസ് വരച്ചു. ശരിയല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റ് 0 ഡിഗ്രി ആംഗിൾ 0, ഇവിടെ നോക്ക്. അടുത്ത് 90, അടുത്ത് 180, അടുത്ത് 270, 360. ഇത്ര ആംഗിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് 0-ലായിരിക്കുമ്പം വോൾട്ടേജാണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് വോൾട്ടേജ് വരയ്ക്കാം. വോൾട്ടേജിൽ 0-ലായിരിക്കുമ്പോൾ 0 ആണ്. ശരിയല്ലേ? അടുത്ത് 90-ലായിരിക്കുമ്പോൾ വോൾട്ടേജ് എന്താണ്, മാക്സിമം വോൾട്ടേജ് ആണ്, V0 കിട്ടി. 180 ആയിരിക്കുമ്പോൾ വീണ്ടും കുറഞ്ഞ എന്ത് വരുന്നു, 0 ആവുന്നു. ഓക്കെ, 270 ആകുമ്പോൾ എന്ത് വരുന്നു, വോൾട്ടേജ് മൈനസ് ആവുന്നു. അപ്പോൾ താഴോട്ട് വരയ്ക്കണം. ഓക്കെ, 360 ആകുമ്പോൾ എത്ര വരുന്നു, വീണ്ടും 0 എത്തുന്നു. ശരിയല്ലേ? ഇതാണ് എ സിയുടെ ഒരു സൈക്കിൾ. സിമ്പിളല്ല ഈ ഗ്രാഫ്. ഈ ഒരു രീതിയിലാണ് വന്നത്. ഈ ആംഗിൾ എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഈ ഗ്രാഫ് വന്നത്. ഇതാണ് എ സിയുടെ വോൾട്ടേജിൻ്റെ ഗ്രാഫ്. വോൾട്ടേജ് 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ മാക്സിമം വോൾട്ടേജ് V0, അതുപോലെ 270 ആയിരിക്കുമ്പോൾ മാക്സിമം വോൾട്ടേജ് അത് -V0 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി ഇതേ അടുത്ത് തന്നെ നമുക്ക് കറണ്ടും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഇത് നമ്മൾ വരച്ചത്
വോൾട്ടേജ് ആണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. വോൾട്ടേജ് ഏതൊക്കെ സമയത്താണ് വോൾട്ടേജ് മാക്സിമം? 90 ഡിഗ്രിയും 270 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരച്ച് നോക്കാം? കറണ്ട് വരച്ച് നോക്കാം. കറണ്ട് വരയ്ക്കുന്ന സമയത്ത് നോക്കി ശ്രദ്ധിച്ചേ, കറണ്ടും അതുപോലെ തന്നെയാണ്. കറണ്ട് ഇതാ 0 ഇരിക്കുന്ന സമയത്ത് ഡോട്ടൽ ലൈൻ ഇട്ടാണ് സൂചിപ്പിക്കുന്നത്. 0ൽ മാക്സിമം, അതുപോലെ 180ൽ വീണ്ടും 0 ആവുന്നു. 0 90 എത്തിയപ്പോൾ മാക്സിമം ആയി, 180 ആയപ്പോൾ വീണ്ടും 0, 270 ആയപ്പോൾ വീണ്ടും മാക്സിമം. ഓക്കെ, 360 ആയപ്പോൾ വീണ്ടും എന്തായി? 0 ആയി. അപ്പോൾ നമ്മൾ കറണ്ടും എന്ത് ചെയ്തു? ഇതിൽ വരച്ചു. ഇപ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. അപ്പോൾ രണ്ടും സെയിം ഫേസ് ആയതുകൊണ്ട് ഒരേപോലെ തന്നെയാണ് എ സിയിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? വോൾട്ടേജും കറണ്ടും കിട്ടുന്നത്. സെയിം ഫേസ് ആയതുകൊണ്ട് സെയിം വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ കറണ്ട് മാക്സിമം കറണ്ട് I0, അതുപോലെ താഴെ മാക്സിമം കറണ്ട് -I0. അപ്പോൾ ഇതാണ് ഒരു എ സിയുടെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ. വോൾട്ടേജും കറണ്ടും എഴുതി ഒരു റെസിസ്റ്ററിലൂടെ പോകുന്ന എ സിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞ് ഇത്രയും വരയ്ക്കണം. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഫേസർ ഡയഗ്രാം. വളരെ സിമ്പിളാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതായത് ഒരു XY ആക്സിസ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇത് 0 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി, ഇത് 270, അതുപോലെ തന്നെ ഇത് എത്രയാണ്? 0, 90, 180 ആണ്. ഇവിടെ 180, ഇവിടെ എത്രയാണ്? 270. അപ്പോൾ ഈ ഒറിജിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ω t എന്ന് പറഞ്ഞ ആംഗിളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇരിക്കുന്നത് ഇവിടെ നോക്ക്, ω t എന്ന് പറയുന്ന ആംഗിളിൽ. അപ്പോൾ ഈ ആംഗിളിലാണ് എന്തിരിപ്പുള്ളത്? കറണ്ട് ω t. അതേപോലെ തന്നെ വോൾട്ടേജ് ഇരിക്കുന്നത് എന്താണ്? ω t എന്ന് പറഞ്ഞ ആംഗിൾ അല്ലേ? അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എന്തെന്ന് കൊടുക്കാം? കറണ്ട് I0. ഈ പോയിന്റ് എന്താണ്? വോൾട്ടേജ് V0. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രിയിലാണ് ഇത് കറങ്ങുന്നത്? ω t എന്ന് പറഞ്ഞ ആംഗിൾ. ഇതാണ് ഒരു ഫേസർ ഡയഗ്രാം. അപ്പോൾ എ സിയുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കുക. കറണ്ടും വോൾട്ടേജും സെയിം ആംഗിളിൽ അല്ലെങ്കിൽ സെയിം ഫേസിലായതുകൊണ്ട് രണ്ടും ഒരേ പോയിന്റിൽ കിട്ടും. അപ്പോൾ സിമ്പിളാണ്. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, അടയാളപ്പെടുത്തി എത്ര ഡിഗ്രിയിലാണ്? ω t എന്ന് പറഞ്ഞ ആംഗിളിലാണ് ഇരിപ്പുള്ളത്. കറണ്ടും വോൾട്ടേജും സെയിം ഫേസിൽ. ഇത് I0, ഇതേതാണ്? V0. ഇത്രയേ ഉള്ളൂ എ സിയുടെ ഫേസർ ഡയഗ്രാം. അപ്പോൾ വോൾട്ടേജിനെയും കറണ്ടിനെയും ഇതുപോലെ റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫേസർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിലെ പവർ. എ സിയിലൂടെ ഉണ്ടാകുന്ന പവറാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇതൂടെ കഴിഞ്ഞ് ഈ ടോപ്പിക് നമുക്ക് കഴിയും. പവർ ത്രൂ എ സി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് പവർ എങ്ങനെയാണ്, ഇതിലെ പവർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പവർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ P = എന്താണ്? VI ആണ്. P = VI. ഇവിടെ ഈ പവറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസ്റ്റൻറ്റേനിയസ് പവർ, P ഇൻസ്റ്റൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ പവർ കാണണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് പവർ P = VI. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? V0 sin ω t ഇൻറ്റു കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? I0 sin ω t. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടി. നമ്മൾ ടോട്ടൽ പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണോടാ? ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ടോട്ടൽ പവർ കണ്ടുപിടിക്കുക. ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ P ടോട്ടൽ = V0 അതുപോലെ എഴുതി ഇൻറ്റു I0 അതുപോലെ sin ω t ഇൻറ്റു sin ω t എന്ത് വരും? sin സ്ക്വയർ ω t. ശരിയല്ലേ? ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ത്രൂ ഔട്ടായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓഫ് ടോട്ടൽ പവർ. ഓക്കെ, ഏത് മുതൽ ഏത് വരെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്? 0 മുതൽ ടൈം t വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. V0 I0 sin സ്ക്വയർ ω t. കൺസെപ്റ്റ് ഓർത്തിരിക്കാം. ഇനി ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് എഴുതുന്നു. കോൺസ്റ്റൻ്റ് ആയ വാല്യൂകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് എഴുതുന്നു. V0 പുറത്തെടുത്തു, I0 പുറത്തെടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രൽ ഓഫ് 0 മുതൽ t വരെ സൈൻ സ്ക്വയർ ω t ആണ്. ഓക്കെ, ഇനി ഒരു ചെറിയ കൺസെപ്റ്റ് നിങ്ങളിവിടെ പഠിച്ചു വെച്ചിരിക്കുക. ടോട്ടൽ പവർ PT നമുക്ക് കിട്ടുന്നു. V0 I0 ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ T/2 ആണ്. ഓക്കെ, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയാണ്? T/2. ഓക്കെ, അപ്പോൾ ഈ സൈൻ സ്ക്വയർ ω t ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? T/2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് എഴുതി കഴിഞ്ഞാൽ ഈ 2നെ ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. എങ്ങനെ വരുന്നു? V0 I0 ഇൻറ്റു T ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതി കൂടി. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക.
അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ആവറേജ് പവറാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ടോട്ടൽ പവർ. അപ്പോൾ ആവറേജ് പവർ പി ആവറേജാണ് നമുക്ക് വേണ്ടത്. ഈ ആവറേജ് കണ്ടുപിടിക്കാൻ ഈ ടോട്ടൽ പവർ, അതായത് ടോട്ടൽ പവറിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പവർ എന്താണ്? V0 I0 ഇൻറ്റു ടി ബൈ √2 ഇൻറ്റു √2 ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടി. ടി ഇൻറ്റു എന്ത് ചെയ്യും? വെട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ പി ആവറേജ് ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. V0 ബൈ √2 ഇൻറ്റു I0 ബൈ √2. ഇതെവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? V0 ബൈ √2. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? VRMS. ശരിയല്ലേ? ഇനി I0 ബൈ √2 നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അതെന്താണ്? IRMS. അപ്പോൾ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലെ പി ആവറേജ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് ചെയ്താൽ മതി? VRMSനെയും IRMSനെയും എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കുക ഇക്വേഷൻ. പവറിൻ്റെ ഇക്വേഷൻ എടുത്തു. P = VI, ഇൻസ്റ്റൻറ്റീനിയസ് പവറാണ്. അങ്ങനെ V0 sin ωt ഇൻറ്റു I0 sin ωt കൊടുത്തു. ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് എല്ലാം വെളിയിലെടുത്തു. V0 I0 കോൺസ്റ്റൻ്റ് വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ ഓഫ് sin സ്ക്വയർ ωtയുടെ വാല്യൂ T/2 ആണ്. ആ 2നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. √2 ഇൻറ്റു √2 എന്ന് എഴുതി. ഇനി നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ പവർ അല്ല, ആവറേജ് പവറാണ്. അപ്പോൾ ആവറേജ് പവർ കണ്ടുപിടിക്കാൻ ടോട്ടൽ പവറിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഇതിൽ ടി ഇൻറ്റു എന്തെന്ന് വെട്ടിപ്പോകുന്നു. V0 ബൈ √2 VRMS, I0 ബൈ √2 IRMS. ഓക്കെ.